ഇപ്പോഴും നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് അടുക്കളയിലാണ്, താൽക്കാലിക അടുക്കളയിലാണ്. രജനി നമുക്കൊരു ദോശ തരുന്നു. കുട്ടി എന്തോ ഉണ്ട്, ചമ്മന്തിയോ വല്ലതും ഉണ്ടോ? ഇത്തിരി ഇതാ ഒന്ന് കൂട്ടി അതിനകത്തുണ്ടോയെന്ന് നോക്കിയാൽ മോള്. കുട്ടി അതിലുണ്ടോയെന്ന് നോക്കുമ്പോൾ ആ പാത്രത്തിൽ രാവിലെ പൊടി അച്ഛനും ഉണ്ണിക്കും എടുത്തുണ്ട്. നീയും എടുക്കുക കേട്ടോ. ഇതെന്തൊക്കെയാണെന്ന് അറിയാമോ രജനി? ചെറുപയർ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. ചെറുപയർ, ഒരു നുള്ളി അരി, ഒരു പിടി ഉലുവ, ഒരു പിടി എന്തോ മറന്നുപോയല്ലോ, കോറ, ഇത്തിരി ഇഞ്ചി, ഒരു 4 പച്ചമുളക്, ഇത്രയും ചേർത്ത് അരച്ച നമ്മുടെ അടുക്കളയുടെ തറയെല്ലാം വെള്ളം വീണ് വഴുക്കണ്ട. അതിന് വേണ്ടി ഞങ്ങൾ തണുപ്പുമല്ലേ, അതിന് വേണ്ടി ഞങ്ങൾ ഒരു പുതപ്പെടുത്ത് വിരിച്ചിരിക്കുക. തറയ്ക്ക് തണുത്തിട്ട് പുതപ്പിച്ചിരിക്കാൻ നിങ്ങൾ ആരും ചിന്തിക്കണ്ട. നമ്മുടെ രജനിക്ക് തണുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ കാല് മസിൽ പിടിക്കുന്നത് തണുത്തിട്ട് അതിന് വേണ്ടി ഇട്ടിരിക്കുകയാണ് നമ്മുടെ തറ. മനോഹരമായ തറ. എങ്ങനെയാണ് നമ്മുടെ അടുക്കളയുടെ പണി? ഇനിയും ഒരു കാണുമല്ലേ? 15 ഇല്ല കിട്ടി. ഒരു 10 ദിവസം കൂടെ 10 കാണും, അതിൽ കൂടുതൽ കാണില്ല. ഈ ചുരുങ്ങി അടുക്കളയിലൊക്കെ ഒന്ന് ചെയ്യാൻ നമ്മുടെ രജനി പെങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെയാ. പക്ഷേ രാവിലെയും വൈകിട്ടും ഇത് വെച്ചല്ലേ ഞാൻ കഷ്ടപ്പെടുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് 77 വയസ്സുള്ള അമ്മ കഷ്ടപ്പെടുന്ന 37-കാരിക്ക് പറ്റുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ ന്യൂ ജെന്നിൻ്റെയൊക്കെ കാര്യം. അത് ശരിയാ, 3-4 വീട്ടിൽ കഴിഞ്ഞ് ഇത് 4-മത്തെ അല്ലേടി? നിൻ്റെ വീട് ഉൾപ്പെടെ 5. അപ്പം പിന്നെ നമ്മളവിടെ ഒന്നും പറയണ്ട. കുട്ടി എനിക്കൊരു ദിവസം മതി, അത് നീ എടുത്തു. ഒരു ഉള്ള ചായ പാലവിടെ ഇരിപ്പുണ്ട് കേട്ടോ രജനി. മേശപ്പത്തേക്കും ചായയും വയ്ക്കും. നമുക്ക് ചായയൊക്കെ ദോശയും ചായയും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാം. അത് ശരിയാണ്. ഇന്നലെ വന്നു പോയ അച്ഛന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക് നിർത്താം. കാരണം ഫുൾ ടൈമാണ്. ഇനി അങ്ങോട്ട് വയ്യല്ലോ ഓടി. അതുകൊണ്ടാണ് മാറ്റി ചിന്തിക്കുന്നത്, അതൊന്നുമല്ല. നിൻ്റെ മിടുക്ക് പോലിരിക്കും. നിലമൊക്കെ നോക്ക് ഗൈസ്. തെന്നി വീഴാതിരിക്കാൻ വേണ്ടി ഇട്ടിരിക്കാം. പിന്നെ നമ്മുടെ രജനിപ്പങ്ങൾക്ക് കാല് തണുക്കാതിരിക്കാൻ അവളോട് ചെരുപ്പിട്ടോടി അടുക്കളയെന്ന് പറഞ്ഞാൽ അവൾ കേൾക്കുകയില്ല. പിന്നെന്തോ ചെയ്യുക? അവൾക്ക് ചില തീരുമാനങ്ങളുണ്ട്, അത് വിട്ട് അവൾ നിൽക്കും. ഞാൻ എത്ര പറഞ്ഞാലും അവളുടേതായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വമുള്ള കുട്ടിയാണ് അവൾ. അരി അടുപ്പത്ത് ശീറ്റുന്നു. നമുക്ക് എങ്ങനെയാണ് ഈ അടുക്കളയിൽ നിന്നുകൊണ്ടും പാചകം ചെയ്യണ്ടേ? ഇനിയിപ്പോൾ വൈകിട്ട് മകൻ വന്നിട്ടുള്ളതുകൊണ്ട് പുറത്ത് പോകാമെന്ന് ഉദ്ദേശിക്കുന്നു. വൈകിട്ട് പുറത്ത് പോയാൽ ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ രജനിയെ. അതിനനുസരിച്ച് ഉച്ചയ്ക്ക് വെച്ചാൽ മതി. ഉച്ചയ്ക്ക് മുരിങ്ങയും പരിപ്പും കൂടെ കുറച്ച് ഒരു കൂട്ടാനും വെച്ച് കോവയ്ക്ക ഒരു തോരൻ ഞാൻ പറയുന്ന പോലെ വെക്കണം. വെച്ച് എന്തെങ്കിലും ഒന്നും കൂടെ മതി. ഇതിന് ഒരുപാടൊന്നും വേണ്ട. അരി കണ്ട് ഷീറ്റ് കാണാം. താഴത്തെ കൊട്ടും മേളവും ഒക്കെയാണ് ഇവിടെ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.